ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒന്ന് അടങ്ങ്. ആദ്യം ഇവൻ പറയാനുള്ളതൊന്ന് പറയട്ടെ. എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താ ഇവൻ ഈ വിധത്തിലാക്കിയത്. അബി, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് തന്നെയാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് നീ തുറന്നു പറ. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല. അച്ഛനാണ് സത്യം. ഇതിനപ്പുറം എനിക്ക് നിങ്ങൾ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല അച്ഛാ. നീ വിഷമിക്കാതെ അബി, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ വിശ്വാസം. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിന്റെ കൂടെ കൂടിയാ അവൻ ഈ പരുവത്തിലായത്. ഓ അതെ, ഇവളുടെ വൃത്തികെട്ട സ്വഭാവം ഇവളിലേക്ക് കുത്തിവെച്ചതുപോലെയായി. ഇത്ര നാളും ഇവളുടെ തള്ള കാരണമുള്ള നാണക്കേടായിരുന്നു. അതെ, ഇപ്പതാ പുതിയ കാരണമായി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതുപോലൊരു വൃത്തികെട്ടവന്റെ അമ്മയെന്നാവില്ലേ ഇനി ഞാൻ അറിയപ്പെടുന്നത്? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എന്താ എന്നെ ഒന്ന് വിശ്വസിക്കാത്തത്? എന്തൊരു കഷ്ടമാണിത്. ഞാൻ ചെയ്തിട്ടില്ല. മുത്തശ്ശി മോനെ വിശ്വസിക്കുന്നുണ്ട്. അഷിയുടെ വീട്ടുകാരൊക്കെ ഇതറിഞ്ഞു കാണില്ലേ? അത് ശരിയാ. ഇനി അവരോടൊക്കെ നമ്മൾ എന്തു പറയും? അതെന്താ, അവിടെയുള്ളവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇങ്ങനെ ഒരു നാണക്കേട് ന്യായീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ആരാന്ന് വെച്ചാൽ അവരോട് പോയി സംസാരിക്കും. അമ്മയുടെ സംസാരം കേട്ടാ ഞാനെന്തോ തെറ്റിയത പോലാണല്ലോ. അതെ, ചെയ്യാത്ത തെറ്റ് നിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാൻ നാട്ടുകാർക്ക് എന്താ വട്ടുണ്ടോടാ? ആ, അത് വട്ട് തന്നെയാ. അമ്മയ്ക്കും അതേ അസുഖം തന്നെയാ. ആദ്യം സ്വന്തം മോനെ വിശ്വസിക്കാൻ പഠിക്കും. വസുമതി, വേണ്ട. എന്താടാ നീ പറയുന്നേ? കൊണ്ട് വൃത്തികേട് മുഴുവൻ കാണിച്ചിട്ട് പ്രസംഗിക്കുന്നോടാ. നിന്റെ നാവി വീട്ടിൽ പൊങ്ങിപ്പോവരുത്. എന്നാ പിന്നെ എന്നെ തല്ലിക്കൊല്ലേ. വേണ്ട. വസുമതി, വേണ്ട വേണ്ട. ഗിരിജെ, ഒന്ന് പറ. കുടുംബത്തിന് മാനം കെടുത്താനായിട്ട് മതി, അവനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നീ മിണ്ടിപ്പോരുത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്തായി കാണിക്കുന്നേ? എന്തിന്റെ കുറവുണ്ട് ഇവന് കാണിച്ചത്? സ്വന്തം അമ്മയോട് ബഹുമാനം ഇല്ലാത്ത നീ നാട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കോടാ. ബഹുമാനിക്കോ നീ? വസുമതി, മതി, നിർത്ത്. നീ ഇപ്പോഴെങ്കിലും ഒന്ന് വാ തുറന്നല്ലോടാ മോനെ. ഭാഗ്യം. ഇവന്റെ ഈ വൃത്തികേട് കാരണം എന്റെ അഞ്ചൊരു നല്ലൊരു ആലോചന വരാതിരിക്കുന്ന എന്റെ പേടി. പിന്നല്ലാതെ കുടുംബം നശിപ്പിക്കാനുണ്ടായി വിഷവിത്തായി പോയില്ലോടാ നീ. എന്റെ ചെറിയ നിന്നോടെ പറഞ്ഞു. മോളെ, മോളെ